അപ്പോൾ നമ്മളുടെ ജോബുണ്ട്. ജോബ് NDA സ്ഥാനാർത്ഥിയാണ്. ജോബ് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ്. ജോബ് എങ്ങനെയാ പൊതുവേ ഒരു രാഷ്ട്രീയ സാഹചര്യം? മോദി വന്നു, മറ്റൊരു ഗിയറിലേക്ക് ഇലക്ഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ FCRI ഒക്കെ വലിയ പാറയായി തീരുമോ? FCRI ഈ ജോയിൻ ചെയ്ത സമയത്ത് FCRI ഇല്ല, അതൊന്നും ചർച്ചാ വിഷയമല്ല. ആ കാര്യങ്ങളും ചർച്ചാ വിഷയമല്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച ആലപ്പുഴ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ഒരു ശവപ്പറമ്പാണ്. ഇവിടെ 2000 കോടിയുടെ വികസനം എന്നും പറഞ്ഞ് പ്രചരണം നടത്തുന്നു. ഒരു 200 കോടിയുടെ വികസനം എടുത്തു കാണിക്കാൻ പറ്റാത്ത ദയനീയ അവസ്ഥയാണ്. ആലപ്പുഴയിലെ മുഴുവൻ സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി. ഒരു സ്ഥാപനവും ഇല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കോമണപുരം സ്പിന്നിംഗ് മില്ല് തകർന്നു പോയി. ഇവിടെ ഓട്ടോകാസ്റ്റ് തകർന്നു പോയി. സ്കൂട്ടോകാസ്റ്റ് ഇല്ല, സ്കൂട്ടേഴ്സ് കേരള ഇല്ല, ബൈറ്റോനെ പ്ലാന്റ് ഇല്ല. ഈ ജില്ലയിൽ ഉണ്ടായിരുന്ന തലയെടുപ്പുള്ള എല്ലാ സ്ഥാപനവും എന്തിനേറെ എക്സൽ ഗ്ലാസ് വരെ പൊളിച്ച് അതിന്റെ അടിത്തറയിൽ മണ്ണ് വരെ വിറ്റെടുത്തിരിക്കുക. ഈ ആലപ്പുഴ തകർന്ന് തരിപ്പണാണ്. വെറും 2000 കോടി എന്ന തട്ടിപ്പാണ്. അങ്ങനെ എന്തെങ്കിലും തെളിയിക്കാമെങ്കിൽ ഞാനിപ്പോ ഈ സ്ഥാനാർത്ഥിത്വം രാജിവെച്ച് പിന്നോക്കം പോകും. വെല്ലുവിളിയാണല്ലോ. അല്ല, ജോബ് രാജിവെക്കുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. കാരണം എപ്പോൾ വേണേലും രാജിവെക്കാവുന്ന പരുവത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയെ കുറിച്ച് ഒന്നും പഠിക്കാതെ ഒരു ദിവസം ആലപ്പുഴയെ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. ആലപ്പുഴക്കാർ ആരും പറയില്ല. അദ്ദേഹം ചോദിച്ചു 2000 കോടിയുടെ പദ്ധതി. ഞാൻ ഓരോന്നായി പറഞ്ഞേക്കാം, നിങ്ങളത് നോട്ട് ചെയ്തു, എന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചു, ഇത് വല്ലതും ഉള്ളതാണോ നടന്നതാണോ തിരക്കിക്കൊള്ളണം. അദ്ദേഹത്തിന് KSTP കുറിച്ച് എന്തറിയാം? KSTP 10 വർഷം മുമ്പ് വിൽക്കാൻ വെച്ച സ്ഥാപനമാണ്. ഇന്ന് അവിടെ 265 പേര് പണിയെടുക്കുന്നതെന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറിന്റെ മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓങ്കോളജി പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. 242 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചുകൊണ്ട് അവിടെ ഓങ്കോളജി പാർക്ക് ഉണ്ടാക്കുന്നത്. കോമണപുരം സ്പിന്നിംഗ് മില്ല്, ആ സ്പിന്നിംഗ് മില്ല് സ്വകാര്യ വ്യക്തിയുടേതായിരുന്നു. അത് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടാണ് ഇപ്പൊ 420 പേർ ജോലി തൊഴിലെടുക്കുന്ന കേരളത്തിൽ ഏക ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്നുള്ള നിലയിലേക്ക് സ്പിന്നേഴ്സിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ഓട്ടോകാസ്റ്റ്, അതുപോലെ സിൽക്ക്, ഈ 2 സ്ഥാപനത്തിലുമായിട്ട് ഏതാണ്ട് 460ഓളം വരുന്ന ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. ഈ സ്ഥാപനവും പൊളിച്ചെടുക്കാൻ വെച്ചിരുന്നതാണ്. ഏത് പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ഈ ഗവൺമെന്റ് തകർത്തത്?